ലിവർപൂൾ താരം ഡിയാഗോ ജോട്ടയും സഹോദരനും കാർ അപകടത്തിൽ മരണപ്പെടാൻ കാരണം അമിത വേഗമാണെന്ന് പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെ സ്പെയിനിൽ നടന്ന വാഹനാപകടത്തിലാണ് ജോട്ടയും സഹോദരൻ ആന്ദ്രി സിൽവയും മരിച്ചത്. മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ജോട്ട ഓടിച്ചിരുന്ന കാറിന്റെ ടയർ പൊട്ടിത്തെറിക്കുകയും നിയന്ത്രണം വിട്ട് മറിഞ്ഞതിനു ശേഷം തീപിടിക്കുകയുമായിരുന്നു. റോഡിൽ ശേഷിച്ച കാറിന്റെ അവശിഷ്ടങ്ങളും ടയർ പാടുകളും പരിശോധിച്ചാണ് പോലീസിന്റെ നിഗമനം. ഈ ആഴ്ച അവസാനത്തോടെ അന്വേഷണം പൂർത്തിയാക്കി പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കും. അപകടത്തിന് 2 ആഴ്ച മുമ്പാണ് ജോട്ട തന്റെ ദീർഘകാല പങ്കാളിയായ റൂത്ത് കാർഡോസയെ വിവാഹം കഴിച്ചത്. ഇരുവർക്കും 3 കുട്ടികളുണ്ട്. ജന്മനാടായ പോർച്ചുഗലിലെ ഗോണ്ടോമറിൽ ശനിയാഴ്ചയായിരുന്നു ജോട്ടയുടെയും സഹോദരന്റെയും സംസ്കാരം. ഇതേസമയം ജോട്ടയുമായി ക്ലബ്ബ് ഒപ്പുവെച്ച കരാർ പ്രകാരമുള്ള തുക ജോട്ടയുടെ ഭാര്യ റൂത്ത് കാർഡോസയ്ക്ക് നൽകുമെന്ന് ലിവർപൂൾ അറിയിച്ചു. മക്കളുടെ വിദ്യാഭ്യാസ ചെലവുകളും ക്ലബ്ബ് വഹിക്കും. ലിവർപൂളുമായി ജോട്ടയ്ക്ക് 5 വർഷത്തെ കരാറാണ് ഉണ്ടായിരുന്നത്. കരാറിൽ 2 വർഷം കൂടി ബാക്കിയുള്ളപ്പോഴാണ് ജോട്ടയുടെ ദാരുണ മരണം. കരാർ പ്രകാരം 1 വർഷത്തേക്ക് $10 മില്യൺ ക്ലബ്ബ് ജോട്ടയ്ക്ക് നൽകേണ്ടിയിരുന്നത്. 2 വർഷത്തേക്ക് $20 മില്യൺ. ഇത്രയും തുകയാണ് ലിവർപൂൾ തങ്ങളുടെ പ്രിയതാരത്തിന് വിതയ്ക്ക് നൽകുക. ഇതിനു പുറമെയാണ് 3 മക്കളുടെയും വിദ്യാഭ്യാസ ചെലവുകൾ പൂർണ്ണമായും ക്ലബ്ബ് ഏറ്റെടുക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.